ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൻവീസ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പശുവിൻ്റെ പല്ല് നോക്കിയിട്ട് ഏകദേശം പ്രായം എങ്ങനെയാണ് മനസ്സിലാക്കാന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ട് പശുവിനെ വളർത്തുന്നവർക്കും അതുപോലെ പശുവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പശുവിൻ്റെ കൃത്യമായ പ്രായം രേഖകളില്ലാതെ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പല്ല് നോക്കിയാൽ ഏകദേശം പ്രായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെറിയ പ്രായത്തിൽ പശുക്കൾക്ക് പാൽപ്പല്ലുകളായിരിക്കും. ഈ പല്ലുകൾ ചെറുതും വെളുത്തതുമായിരിക്കും. പശുവിന് ഏകദേശം 2 വയസ്സാകുമ്പോൾ നടുവിലെ 2 പല്ലുകൾ കൊഴിഞ്ഞ് അവിടെ പകരം 2 വലിയ സിരപ്പല്ലുകൾ വരും. 3 വയസ്സാകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത 2 പല്ലുകൾ കൂടി മാറും. അപ്പോൾ ആകെ 4 സ്ഥിരപ്പല്ലുകളായി കാണാം. 4 വയസ്സാകുമ്പോൾ 2, അതായത് വീണ്ടും 2 പല്ലുകൾ കൂടി മാറും. അപ്പോൾ ആകെ 6 സ്ഥിരപ്പല്ലുകളായി ഉണ്ടായും. പിന്നെ 5 വയസ്സാകുമ്പോൾ അവസാനത്തെ 2 പല്ലുകൾ കൂടി മാറി മുൻവശത്തെ 8 പല്ലുകളും സ്ഥിരപ്പല്ലുകളായിരിക്കും. അതായത് 8 സ്ഥിരപ്പല്ലുകൾ കാണാം നിങ്ങൾക്ക്. അതുകൊണ്ട് മുൻവശത്തെ 2 പല്ലുകൾ സ്ഥിരപ്പല്ലുകൾ കണ്ടാൽ ഏകദേശം 2 വയസ്സ്, 4 സ്ഥിരപ്പല്ലുകൾ കണ്ടാൽ ഏകദേശം 3 വയസ്സ്, 6 സ്ഥിരപ്പല്ലുകൾ കണ്ടാൽ ഏകദേശം 4 വയസ്സ്, 8 സ്ഥിരപ്പല്ലുകൾ കണ്ടാൽ ഏകദേശം 5 വയസ്സ് എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 വയസ്സിന് ശേഷം പ്രായം കൃത്യമായി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിനുശേഷം പല്ലുകൾ തേഞ്ഞു തുടങ്ങും. എന്നാൽ പല്ല് തേയ്മാനം എല്ലാ പശുക്കളിലും ഒരുപോലെ ആകണമെന്നില്ല. ഭക്ഷണം, മേയുന്ന സ്ഥലം, പരിപാലനം എന്നിവ അനുസരിച്ച് വ്യത്യാസം വരാം. അതുകൊണ്ട് 5 വയസ്സ് വരെ പല്ല് നോക്കി പ്രായം താരതമ്യേന എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതിനുശേഷം പല്ലിന്റെ തേയ്മാനം നോക്കി ഏകദേശ പ്രായം മാത്രമേ കണക്കാക്കാൻ കഴിയൂ. അതുകൊണ്ട് പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ പാലുൽപാദനം നോക്കാതെ പല്ലുകളും പരിശോധിക്കുക. അത് പ്രായത്തിനെ കുറിച്ച് നല്ലൊരു ധാരണ നൽകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്